എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കും കേട്ടോ. അപ്പൊ ഇന്ന് നമുക്ക് മീഷോന്ന് മേടിച്ച കുറച്ച് ഡ്രസ്സിന്റെ റിവ്യൂ നോക്കാം. അപ്പൊ ഫസ്റ്റ് വൺ ഈ ഒരു ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ റയോൺ ഫാബ്രിക്കിൽ ഫ്ലോറൽ പ്രിന്റേബിൾ വരുന്ന ഫ്രോക്ക് മോഡൽ കുർത്താണ്. ഇതിന്റെ നെക്ക് ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് വി നെക്ക് ആണെങ്കിലും എനിക്ക് കയ്യിൽ കിട്ടിയപ്പോൾ അത് സ്ക്വയർ നെക്ക് ആണ്. പിന്നെ നെക്ക് പോർഷനിൽ 2 ഷോ ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട്. സ്ലീവ്സ് വരുന്നത് പഫ് മോഡൽ ഷോർട്ട് സ്ലീവ്സ് ആണ്. ഇത് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടെങ്കിലും ഇതിന്റെ ഫാബ്രിക് വളരെ ചീപ്പാണ്. ഒറ്റ വർഷന് പണി തരാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് വൺ ഈ ഒരു റയോൺ ഫാബ്രിക്കിലെ ഇൻഡിഗോ ബ്ലൂ കളർ കോമ്പിനേഷനിൽ വരുന്ന ഒരു സിമ്പിൾ കുർത്തിയാണ്. ഇതിന്റെ ഫാബ്രിക്കിന്റെ ക്വാളിറ്റി വളരെ മോശമാണ്. അതുകൊണ്ട് ഞാൻ റിട്ടേൺ ചെയ്തു. ഇത് റിട്ടേൺ എടുക്കാൻ വരുന്നതിലും ഒരു 3 മിനിറ്റ് മുമ്പ് എടുത്തു വെച്ചൊരു വീഡിയോ ആണ്. നെക്സ്റ്റ് വൺ ഈ ഒരു ടിഷ്യൂ ഫാബ്രിക്കിലെ ഗോൾഡൻ മിക്സ്ഡ് റെഡ് കളറിൽ ലൈനിങ്ങോട് കൂടി വരുന്ന ഒരു എയർലൈൻ സ്റ്റിച്ചഡ് കുർത്തി ആൻഡ് ദുപ്പട്ട സെറ്റ് ആണ്. ഇതിന്റെ നെക്ക് പോർഷനിൽ നല്ലൊരു ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട്. ഇത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഹാൻഡ് വർക്ക് ആണ്. വിട്ടുപോരാനുള്ള ചാൻസ് ഒന്നുമില്ല. നെക്ക് റൗണ്ട് നെക്ക് ആണ്. സ്ലീവ്സ് 3/4 സ്ലീവ്സ് ആണ്. ദുപ്പട്ടയിൽ വേറെ വർക്കൊന്നുമില്ല, പ്ലെയിൻ ആണ്. ദുപ്പട്ട ഒതുങ്ങി കിടക്കാനായിട്ട് കുറച്ച് പാടാണ്, എന്നാലും നല്ല സൂപ്പർ ഡ്രസ്സാണ് കേട്ടോ. ലാസ്റ്റ് വൺ ഈ ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പ് സെറ്റ് ആണ്. ഇതിന്റെ സ്കേർട്ട് വരുന്നത് ജോർജറ്റ് ഫാബ്രിക്കിലാണ്. നല്ല ഫ്ലയേർഡ് ആയിട്ട് എടുക്കുന്ന നല്ലൊരു സ്കേർട്ടാണ് കേട്ടോ. ഇതിന്റെ ടോപ്പ് വരുന്നത് ക്രോപ്പ് ടോപ്പ് മോഡലാണ്. ഇത് സ്ട്രെച്ചബിൾ ആണ്. ബനിയന്റെ മോഡൽ വലിയുന്ന ടൈപ്പാണ്. സ്കേർട്ട് നല്ല ക്വാളിറ്റി ഉണ്ട്, പക്ഷെ ടോപ്പ് ഇച്ചിരി ക്വാളിറ്റി കുറവാണ്, എന്നാലും ഓക്കെ ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനി കാണാം. ബൈ ബൈ.